നമ്മൾ കഴിഞ്ഞ ദിവസം എവിടം വരെയായിരുന്നു പഠിച്ചു നിർത്തിയത്? നമ്മൾ എവിടം വരെയാ പഠിച്ചു നിർത്തി? ഞാൻ പറയട്ടെ, നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്ക് കുറച്ച് വർക്ക് തന്നിട്ടല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ് നിർത്തിയത്? എന്തായിരുന്നു ആ വർക്ക്? വാട്ട് വാസ് ദാറ്റ്? എന്തായിരുന്നു ആ ചെറിയ ജോലി? എന്തായിരുന്നു? ഒരു വൃത്തത്തിന്റെ കേന്ദ്രം അല്ലെ, വള ഉപയോഗിച്ചോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് ഉപയോഗിച്ച് വരയ്ക്കുന്ന ഒരു ചെറിയ വൃത്തത്തിന്റെ കേന്ദ്രം കണ്ടെത്തണം. കോമ്പസ് ഉപയോഗിക്കാത്ത വരച്ച ഒരു വൃത്തത്തിന്റെ കേന്ദ്രം കണ്ടെത്തണം. എല്ലാവർക്കും കണ്ടെത്തി കിട്ടിയോ? കിട്ടി. അപ്പൊ എളുപ്പമായിരുന്നു. അപ്പൊ നമ്മൾ ഒന്നാമത്തെ തിയറി നമ്മൾ പഠിച്ചു അല്ലെ? ഒന്നാമത്തെ തിയറി നമ്മൾ പഠിച്ചതായിരുന്നു ഒരു വൃത്തത്തിന്റെ ഡയമീറ്ററിന്റെ എൻഡ് അല്ലെ, അല്ലെങ്കിൽ ഒരു സർക്കിളിന്റെ വ്യാസത്തിന്റെ അഗ്രം വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാൽ അവിടെ ഉണ്ടാകുന്ന കോൺ എന്തായിരിക്കും? ഇത് കോണായിരിക്കും. എന്തായിരിക്കും ആ കോണ്? മട്ട കോൺ അല്ലെങ്കിൽ 90 ഡിഗ്രി ആണോ? ശരിയാണോ? ഓക്കെയാണ്. അപ്പൊ ഇതായിരുന്നു നമ്മൾ ഒന്നാമത് പഠിച്ചത്. ആംഗിൾ അറ്റ് സെമി സർക്കിളിലെ ഒരു അർദ്ധവൃത്തത്തിൽ ഉണ്ടാകുന്ന കോണും എന്താണ്? 90 ഡിഗ്രിയാണ്. ഇതായിരുന്നു നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ച പോയിന്റ്. ഈ പോയിന്റ് ഉപയോഗിച്ച് നമ്മൾ വേറെന്തൂടെ പഠിച്ചു? ഒരു വൃത്തത്തിന്റെ കേന്ദ്രം കണ്ടെത്താൻ പഠിച്ചു അല്ലേ? ഒരു വൃത്തത്തിന്റെ കേന്ദ്രം കണ്ടെത്താൻ പഠിച്ചു. ഈ ഒരു പോയിന്റ് തന്നെ നമ്മുടെ പുസ്തകത്തിൽ ഒരു 4-5 പോയിന്റ് ആയിട്ട് ചുമ്മാ തലങ്ങും വലങ്ങും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞേക്കുന്ന ഇത്രയുമാണ്. ഒരു വൃത്തത്തിന്റെ ഒന്നാമത് പറയുന്ന പോയിന്റ്, ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അഗ്രങ്ങൾ വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചാൽ if we joins the end of diameter of a circle to a point on circle അല്ലേ, to a point on circle വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് വരച്ചാൽ എന്താണ്? it will form an angle of 90 degree. അവിടെ എന്തോ 90 ഡിഗ്രി ഉള്ള ഒരു മട്ടകോൺ, അല്ലെങ്കിൽ 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ മട്ടകോൺ അല്ലെ? എന്താണ്? ഒരു മട്ടകോണെ സൃഷ്ടിക്കപ്പെടും. ഇതായിരുന്നു നമ്മൾ ഒന്നാമത് പഠിച്ച പോയിന്റ്. ഇനി അടുത്തൊരു പോയിന്റ്, വൃത്തത്തിൽ നിന്നും, എവിടെ നിന്നാ? വൃത്തത്തിൽ നിന്നും എന്താ മോനെ? സൗണ്ട് ക്ലിയർ ആവുന്നില്ലേ? നോക്കട്ടെ. ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇപ്പൊ കേൾക്കാമോ? ഓക്കെ. അപ്പം ബാക്കി എല്ലാവരും മൈക്ക് ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാവരും മൈക്ക് ഓഫ് ചെയ്ത് വെക്കുക. അന്നേരം നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും. ഓക്കെ. അപ്പോ ശ്രദ്ധിക്കുക, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വൃത്തത്തിലെ ഒരു പോയിന്റിൽ നിന്നും, ഫ്രം എ പോയിന്റ് ഓൺ സർക്കിൾ. വീണ്ടും ക്ലിയർ ആവുന്നില്ലേ? എനിക്ക് ക്ലിയർ ഉണ്ട് സാർ. എന്താ മോനെ? എനിക്ക് ക്ലിയർ ഉണ്ട്. ശിവശങ്കറിന് ക്ലിയർ ആണ്. പ്രവീണിനാണോ ക്ലിയർ അല്ലാത്തത്? മോന്റെ അവിടുത്തെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു കേട്ടോ. മോന്റേതാണെന്ന് തോന്നുന്നു. മോന്റെ സൗണ്ട് ഇവിടെ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. ഓക്കെ, മൈക്ക് ഓഫ് ചെയ്ത് വെച്ചെന്ന് കുറച്ചുകൂടെ നോക്കി. ക്ലാസ് എന്തായാലും റെക്കോർഡറാണ്. ഓക്കെ, മോനത് വീണ്ടും വെബ്സൈറ്റിൽ നിന്ന് കാണാൻ കിട്ടും കേട്ടോ. എന്തായാലും ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പൊ മൈക്രോഫോൺ ഓഫ് ചെയ്ത് വെച്ചോ. ഇത് കൃത്യമായി ശ്രദ്ധിക്കുക. വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് പരസ്പരം ലംബമായ 2 വരകൾ വരച്ചാൽ, വൃത്തത്തിലെ ഒരു ബിന്ദുവിൽ നിന്ന് പരസ്പരം ലംബമായ 2 രേഖകൾ വരച്ചാൽ വൃത്തത്തിൽ അവയുടെ അറ്റം ചെന്ന് മുട്ടുന്ന ഭാഗം ഇല്ലേ, വൃത്തത്തിൽ അവയുടെ അറ്റം വീണ്ടും ചെന്ന് മുട്ടുന്ന പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്താൽ, അതേ നോക്കിക്കേ, ഒരു സർക്കിള് ഇല്ലേ, നമ്മളോട് പറഞ്ഞ ഒരു വൃത്തത്തിന്റെ ഒരു പോയിന്റിൽ നിന്ന് പരസ്പരം ലംബമായി, അല്ലെങ്കിൽ മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറയും മട്ടം ഇല്ലേ, അതേ നോക്കിക്കേ,
ഇവിടെ നിന്ന് 90 ഡിഗ്രി ആംഗിൾ ഞാൻ മാർക്ക് ചെയ്ത് ഒരു ലൈനിലൂടെ വരച്ചില്ലേ. ഇനി വൃത്തത്തിൽ അവ രണ്ടും മുട്ടിയ ലൈൻ വീണ്ടും നമ്മൾ ജോയിൻ ചെയ്താൽ, തമ്മിൽ ജോയിൻ ചെയ്താൽ അവിടെ നമുക്ക് എന്ത് കിട്ടും? പുതിയ വ്യാസം കിട്ടും. ഇവിടെ എന്ത് കിട്ടും? വ്യാസം കിട്ടും. നോക്കിക്കേ, സി എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്നും പരസ്പരം ലംബമായി വരച്ച രണ്ട് രേഖകളാണ് എ സിയും സി ബിയും. അവ ലംബമാണ്. ആൻഡ് ഇഫ് വി ജോയിൻസ് ദ പോയിന്റ് എ ആൻഡ് ബി, അല്ലെ, എ എന്ന ബിന്ദുവും ബി എന്ന ബിന്ദുവും എന്താണ്? ആ വരകൾ വൃത്തത്തിൽ മുട്ടിയ പോയിന്റുകളാണ്. അവ തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? ആ വൃത്തത്തിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? കൃത്യമാണോ? ശിവശങ്കര മോനെ ക്ലിയർ ആണോ? ക്ലിയർ ആണ് സാർ. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ രണ്ടാമത് പഠിച്ച പോയിന്റ്. ഒന്നാമത് പഠിച്ച അതേ പോയിന്റ് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഒന്ന് തിരിച്ചു പറഞ്ഞു, ഇല്ലേ? ജസ്റ്റ് ഒന്ന് തലതിരിച്ചു പറഞ്ഞു. നമ്മൾ ഡയമീറ്ററിൽ നിന്ന് അല്ലെങ്കിൽ വ്യാസത്തിൽ നിന്ന് വൃത്തത്തിന്റെ ഒരു പോയിന്റിലേക്ക് അല്ലെങ്കിൽ ബിന്ദുവിലേക്ക് പോകുന്നു. രണ്ടാമത് പറഞ്ഞത് വൃത്തത്തിന്റെ ഒരു ബിന്ദുവിൽ നിന്ന് നമ്മൾ എവിടേക്ക് വന്ന് എത്തിച്ചേരുന്നു? വ്യാസത്തിലേക്ക് വന്ന് എത്തിച്ചേരുന്നു. ഇതാണ് രണ്ട് പോയിന്റ് നമ്മൾ പഠിച്ചത്. ഇതിനെപ്പറ്റി തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇനി നമുക്ക് അന്നേരം അടുത്ത പോയിന്റിലേക്ക് പോകാം. ഈ ഒരു പോയിന്റ് എങ്ങനെ വന്നാലും നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാമോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പോകാൻ പോകുന്ന അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മൾ സർക്കിളിന്റെ പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഒരു ലൈൻ ജോയിൻ ചെയ്യാൻ പോവാണ്. എങ്ങനത്തെ ലൈന്? അതും ഡയമീറ്റർ തന്നെയാണ്, അല്ലെ? അല്ലെ, അതൊരു വ്യാസമാണ്. ആ വ്യാസത്തിനെ ഞാൻ വൃത്തത്തിന് വെളിയിൽ എത്തിക്കാൻ പോവാ. വൃത്തത്തിന്റെ അല്ലെ വ്യാസത്തിന്റെ എൻഡുകളെ അല്ലെങ്കിൽ അഗ്രങ്ങളെ എവിടെ എത്തിക്കാൻ പോവാണ്? വൃത്തത്തിന് പുറത്ത്. നോക്കിക്കേ, ഒരു വൃത്തം, ഇത് വൃത്തത്തിന്റെ വ്യാസം അല്ലെങ്കിൽ ദിസ് ഈസ് എ സർക്കിൾ വിത്ത് സെന്റർ O, അല്ലേ? ആൻഡ് AB ഈസ് എ ഡയമീറ്റർ. AB എന്താണ്? സർക്കിളിന്റെ വ്യാസമാണ്, ഡയമീറ്റർ ആണ്. അപ്പം A എന്ന് പറയുന്ന പോയിന്റും B എന്ന് പറയുന്ന പോയിന്റും സർക്കിളിന് വെളിയിലുള്ള C എന്ന് പറയുന്ന പോയിന്റ്, സർക്കിളിന് വെളിയിലുള്ള പോയിന്റിന്റെ പേരെന്താണ്? C, അല്ലേ? C എന്ന് പറയുന്ന പോയിന്റിലേക്ക് എയും ബിയെയും ഞാൻ യോജിപ്പിക്കാൻ പോവാണ്. സിയെയും ബിയെയും എ എന്ന് പറയുന്ന അപ്പൊ എ ബി എന്ന് പറയുന്ന ലൈനിന്റെ എൻഡിൽ നിന്ന് ഞാൻ ജോയിൻ ചെയ്തോ? നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇവിടെ കിട്ടിയിരിക്കുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ എ സി ബി. ഏതാണ് ആംഗിൾ? കണ്ടേ, എ സി ബി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കോൺ, ശരിയല്ലേ? ആംഗിൾ എ സി ബി. ഈ എ സി ബി എന്ന് പറഞ്ഞാൽ an angle which is less than 90 degree. എന്താണ് ഇത്? എന്ത് കോണാണ്? ന്യൂനകോണാണ്. എന്താണ്? ന്യൂനകോൺ അല്ലെങ്കിൽ an angle which is less than 90 degree. acute angle എന്താണ്? എന്താണ്? an angle less than എത്രയായിരിക്കും? കുറവായിരിക്കും. ആരേക്കാൾ? 90 ഡിഗ്രിയേക്കാൾ കുറവായിരിക്കും. എന്താ പറഞ്ഞിരിക്കുന്നേ? ഈ പറയുന്ന ആംഗിൾ, അല്ലെ? നമ്മൾ നേരത്തെയും ഡയമീറ്ററിനെ തന്നെയായിരുന്നു ജോയിൻ ചെയ്തത്, പക്ഷെ എവിടെയാണ് നമ്മൾ ജോയിൻ ചെയ്തത്? സർക്കിളില്. എവിടെയാ ജോയിൻ ചെയ്തത്? സർക്കിളില്. പക്ഷെ ഇപ്പൊ നമ്മൾ ജോയിൻ ചെയ്തത് എവിടെയാണ്? സർക്കിളിന് പുറത്ത്, വൃത്തത്തിന് വെളിയിലെ ഒരു ബിന്ദുവിൽ വ്യാസങ്ങളുടെ അഗ്രത്തെ നമ്മൾ ജോയിൻ ചെയ്യിച്ചപ്പോൾ അല്ലെങ്കിൽ വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? an angle which is less than 90 degree. 90 ഡിഗ്രിയേക്കാൾ ചെറിയതായ ഒരു കോൺ, അല്ലേ? അപ്പൊ ഇവിടെ ഇത് ഏറി വന്നാൽ എത്ര വരെ വരുവുള്ളൂ? 89 വരെ വരുവുള്ളൂ, അല്ലേ? അതിൽ കൂടുതൽ വരുമോ? 89.5 ഒക്കെ വരാം. അത് ഈ വൃത്തത്തിന്റെ തൊട്ടില്ല എന്ന് പറഞ്ഞ് പുറത്തു നിൽക്കും. ഓക്കെ, അപ്പം 89 വരെയൊക്കെ വരുവുള്ളത്. an angle which is less than 90 degree. 90 ഡിഗ്രിയേക്കാൾ താഴെയുള്ളൊരു കോണായിരിക്കും നമുക്ക് എവിടെ കിട്ടുന്നത്? വൃത്തത്തിന്റെ വെളിയിലെ ബിന്ദുവിലേക്ക് വ്യാസങ്ങളുടെ അഗ്രങ്ങളെ യോജിപ്പിച്ചാൽ. ഓക്കെ ആണോ? If he joins the ends of diameter to a point outside the circle,
it will form an angle which is less than 90 degree or an acute angle. എന്താണ് വൃത്തത്തിന് വെളിയിൽ രൂപീകരിക്കപ്പെടുന്ന കോണെന്ന് പറഞ്ഞാൽ ന്യൂനകോണായിരിക്കും. എന്തായിരിക്കും? ന്യൂനകോണായിരിക്കും. ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്ത പോയിന്റ്. ഇനി അടുത്തത് എവിടെയായിരിക്കും? നമ്മളപ്പം വൃത്തത്തിൽ വെച്ച് നോക്കി 90 കിട്ടി. വൃത്തത്തിന് പുറത്ത് വെച്ചു 90-ൽ താഴെ കിട്ടി. 90-ൽ താഴെ കിട്ടി. അങ്ങനെയാണെങ്കിൽ വൃത്തത്തിനകത്ത് ഞാൻ ജോയിൻ ചെയ്യിച്ചാലോ? ഇവിടെ നോക്കിക്കേ, വൃത്തത്തിനകത്തെ ഒരു ബിന്ദുവാണ് ഇ. എന്താണ്? ഇ. ഇ എന്ന് പറയുന്ന ബിന്ദുവിലേക്ക് ഞാൻ എ ബി എന്ന് പറയുന്ന വ്യാസത്തിനെ ജോയിൻ ചെയ്യിക്കുകയാണ്. ഏതിനെയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഇ എന്ന് പറയുന്ന ബിന്ദുവിലേക്ക് എ ബി എന്ന് പറയുന്ന വ്യാസത്തിനെ ജോയിൻ ചെയ്യിച്ചു. ചെയ്യിച്ചോ? അപ്പൊ എടുത്തു പറയണം, ആ പോയിന്റ് എവിടെയാണ്? ഇൻസൈഡ് ദ സർക്കിൾ. ഇ എന്ന് പറയുന്ന പോയിന്റ് എവിടെയാണ്? ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. വൃത്തത്തിനുള്ളിൽ. ഈസ് ഇൻസൈഡ് ദ സർക്കിൾ. വൃത്തത്തിനുള്ളിലെ ബിന്ദുവാണ് ആര്? ഇ എന്ന് പറയുന്ന ബിന്ദു അല്ലേ? അപ്പം ഇ എന്ന് പറയുന്ന ബിന്ദു വൃത്തത്തിനകത്താണെങ്കിൽ അവിടെ സൃഷ്ടിക്കപ്പെട്ട കോൺ അല്ലെങ്കിൽ അവിടെ രൂപപ്പെട്ട കോൺ, ദ ആംഗിൾ ഫോംഡ് അറ്റ് ദ പോയിന്റ് ഇ ഇല്ലേ? ഇ എന്ന് പറയുന്ന ബിന്ദുവിൽ രൂപപ്പെട്ട കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺ എ ഇ ബി അല്ലെങ്കിൽ ആംഗിൾ എ ഇ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി ഗ്രേറ്റർ ദാൻ 90. എന്തായിരിക്കും? 90 ഡിഗ്രിയിൽ കൂടുതൽ. ഇറ്റ് വിൽ ബി ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. ഇറ്റ് വിൽ ബി ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ. അതെന്തായിരിക്കും? ഒരു ബൃഹത് കോൺ ആയിരിക്കും. എന്താണ്? ബൃഹത് കോൺ. സംശയമുണ്ടോ? ഈ പറഞ്ഞ പോയിന്റ് സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. വൃത്തത്തിലെ ബിന്ദുവാണെങ്കിൽ, വ്യാസത്തെ യോജിപ്പിക്കുന്നത് വൃത്തത്തിനകത്തെ ബിന്ദുവിലാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടാകുന്ന കോൺ എത്രയായിരിക്കും? കോൺ എത്രയായിരിക്കും മക്കളെ? 90 ഡിഗ്രി. മട്ടം അല്ലേ? കോൺ അവിടെ എന്തായിരിക്കും? മട്ടമായിരിക്കും. 90 ഡിഗ്രി ആയിരിക്കും. അപ്പം ആ പോയിന്റ് വൃത്തത്തിന് വെളിയിലാണെങ്കിലോ? ഇഫ് ദ പോയിന്റ് ഈസ് ഔട്ട്സൈഡ് ദ സർക്കിൾ, വൃത്തത്തിന് വെളിയിലെ ഒരു ബിന്ദുവിലേക്കാണ് വ്യാസത്തിനെ നമ്മൾ യോജിപ്പിക്കുന്നതെങ്കിൽ, വൃത്തത്തിന് വെളിയിലെ ഒരു ബിന്ദുവിനെയാണ് നമ്മൾ എന്താണ്? ബിന്ദുവിലേക്കാണ് വ്യാസത്തിനെ യോജിപ്പിക്കുന്നത്. അവിടെ ഉണ്ടാവുന്ന കോണുകൾ എങ്ങനത്തെ ആയിരിക്കും? എന്തായിരിക്കും അവിടുത്തെ പ്രത്യേകത? 90 ഡിഗ്രിയിൽ താഴെ. എത്രയിലായിരിക്കും? 90 ഡിഗ്രിയിൽ താഴെ അല്ലെങ്കിൽ ന്യൂനകോണുകൾ. എന്താണ്? ന്യൂനകോണുകൾ. ആംഗിൾ വിച്ച് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. എന്തെന്ന് പറയും? അക്യൂട്ട് ആംഗിൾ എന്ന് പറയും. ഓക്കെ ആണോ? ഓക്കെ ആണ്. ദെൻ ദ നെക്സ്റ്റ് പോയിന്റ് നമ്മൾ ഇനി എന്താ പറഞ്ഞേ? അടുത്തൊരു പോയിന്റ് എവിടെയാണ്? വൃത്തത്തിനുള്ളിൽ. എവിടെയാണ്? വൃത്തത്തിനുള്ളിൽ. ഇൻസൈഡ് ദ സർക്കിൾ. എവിടെയാണ്? ഇൻസൈഡ് ദ സർക്കിൾ. വൃത്തത്തിനകത്ത് അല്ലേ? ഇപ്പൊ വൃത്തത്തിനകത്തുള്ള ഒരു ബിന്ദുവിലേക്ക് വ്യാസത്തെ യോജിപ്പിച്ച് നമുക്ക് അവിടെ എന്ത് കിട്ടും? ഒരു കോൺ കിട്ടും. ആ കോണിന്റെ പ്രത്യേകത എന്തായിരിക്കും? ആംഗിൾ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. 90-ൽ കൂടുതൽ. 90-ൽ കൂടുതൽ. ശരിയാണോ? ഓക്കെ ആണ്. അപ്പൊ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതിനെ ആസ്പദമാക്കി, അല്ലെ നമ്മൾ ഇപ്പൊ പഠിച്ച ഈ ഒരു നിയമത്തെ ആസ്പദമാക്കി നമുക്കൊരു കൊച്ചു ചോദ്യം ചെയ്യാം. ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താം. ഒരു തെളിവാണ്. അപ്പൊ നമ്മൾ ആ തെളിവ് കണ്ടെത്തണം. ചെയ്യാം? ഓക്കെ. എല്ലാവർക്കും പുസ്തകമുണ്ടോ? ഉണ്ട്. അപ്പൊ എല്ലാവർക്കും പുസ്തകമുണ്ട്. അപ്പൊ പുസ്തകത്തിലെ പേജ് നമ്പർ 43 ചോദ്യം 6. പേജ് നമ്പർ 43 ചോദ്യം 6. എല്ലാരും പുസ്തകം എടുത്തേ. ആ പേജ് ഒന്ന് എടുത്തേ. എടുത്തോ? ചോദ്യം എടുത്തോ? ആ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ചോദ്യത്തിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? അതാദ്യം പറഞ്ഞു. ചോദ്യത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്? ഒന്നും പറഞ്ഞിട്ടില്ല. 46 അല്ലേ? പേജ് നമ്പർ 43.
43. ആ, ഫസ്റ്റ് ക്വസ്റ്റ്യന് ക്വസ്റ്റ്യൻ നമ്പർ 6, ചോദ്യം നമ്പർ 6. അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നോക്കിക്കുക, ആ ചോദ്യത്തിലുള്ള സമാനമായ ഒരു ചിത്രം ഞാനിവിടെ വരയ്ക്കാൻ പോവുകയാണ്. രണ്ട് വൃത്തങ്ങൾ. എന്താണ്? രണ്ട് വൃത്തങ്ങൾ. ആ വൃത്തങ്ങൾ തമ്മിൽ യോജിച്ചിരിക്കുന്ന രണ്ട് ബിന്ദുക്കൾ ഏതൊക്കെയാണ്? എ എന്ന് പറയുന്ന ബിന്ദുവിലും ബി എന്ന് പറയുന്ന ബിന്ദുവിലും ആര് തമ്മിൽ മുട്ടിയിട്ടുണ്ട്? ആരൊക്കെ തമ്മിൽ മുട്ടിയിട്ടുണ്ട്? എന്താണ്? ആരൊക്കെ തമ്മിൽ മുട്ടിയിട്ടുണ്ട്? ആ, വൃത്തങ്ങൾ തമ്മിൽ മുട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി വൃത്തത്തിൽ രണ്ട് പോയിന്റുകൾ വേറെയുണ്ട്. ചെറിയ വൃത്തത്തിൽ പി എന്നും വലിയ വൃത്തത്തിൽ ക്യൂ എന്നുമുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഉണ്ടോ? ആ പോയിന്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എയിലൂടെ പിയിൽ അവസാനിക്കുന്ന വ്യാസവും എയിലൂടെ ക്യൂയിൽ അവസാനിക്കുന്ന വലിയ വൃത്തത്തിന്റെ വ്യാസവുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ആണോ? ശരിയാണോ? അപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ചോദ്യം ഇതാണ്: പ്രൂവ് ദാറ്റ് പി ബി ക്യു ഈസ് എ ലൈൻ. എന്താണ് തെളിയിക്കേണ്ടത്? തെളിയിക്കുക പി ബി ക്യു ഒരു നേർരേഖയാണ്. ഇവിടെ പി ബി ക്യു ഉണ്ടോ? ഇവിടെ പി ബി ക്യു ഉണ്ടോ? തന്നിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ടോ? പി എന്ന് പറയുന്ന ബിന്ദു തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ബിന്ദു തന്നിട്ടുണ്ട്, ക്യൂ എന്ന് പറയുന്ന ബിന്ദു തന്നിട്ടുണ്ട്. പക്ഷെ അവ ചേരുന്ന പി ക്യു അല്ലെങ്കിൽ പി ബി ക്യു എന്ന് പറയുന്ന ലൈൻ തന്നിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അപ്പൊ നമുക്ക് ആ ലൈൻ വരയ്ക്കാം. ആൻസറിന് വേണ്ടിയിട്ട് ഇതേ ചിത്രം വീണ്ടും വരയ്ക്കണം. ഉത്തരം എഴുതാൻ ഈ ചിത്രം വീണ്ടും എഴുതണം. ഓക്കെ, ചിത്രം വരച്ചോ? ആൻസറിന് വേണ്ടി വരയ്ക്കുന്ന അല്ലെങ്കിൽ ഉത്തരം എഴുതാൻ വേണ്ടി വരയ്ക്കുന്ന ചിത്രത്തിന്റെ രൂപം ഇങ്ങനെയായിരിക്കണം. ഇവിടെ ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ട്. എന്തുണ്ട്? ഒരു ഡോട്ടഡ് ലൈൻ ഉണ്ട്. ഉണ്ടോ? ഓക്കെ. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പോയിന്റ് എന്താണ്? പി എ. ഞാൻ ഈ ചെറിയ സർക്കിളിനെ C1 എന്നും വലിയ സർക്കിളിനെ C2 എന്നും വിളിക്കുക. അപ്പൊ അത് ആദ്യമേ പറയണം. ചെറിയ വൃത്തത്തിനെ C1 എന്നും വലിയ വൃത്തത്തിനെ C2 എന്നും വിളിക്കുന്നു. ചെറിയ വൃത്തത്തിനെ C1 എന്നും വലിയ വൃത്തത്തിനെ C2 എന്നും വിളിക്കുന്നു. Let the smallest circle be C1 and the largest circle be C2. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും: PA is the diameter of C1. C1 വൃത്തത്തിന്റെ വ്യാസമാണ് PA. C1 വൃത്തത്തിന്റെ വ്യാസമാണ് PA. ശരിയാണോ? ശരിയാണ്. ആർക്കെങ്കിലും സംശയമുണ്ടോ? PA എങ്ങനെയാണ് സർക്കിൾ അല്ലെ വൃത്തത്തിന്റെ വ്യാസമായത് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടോ? സംശയമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാ? നമുക്ക് ചോദ്യത്തിൽ ആദ്യമേ വ്യക്തമായിട്ട് നമുക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായിരുന്നു പറഞ്ഞു തന്നേക്കുന്നേ? എ എന്ന് പറയുന്ന ബിന്ദുവിലൂടെ രണ്ട് വൃത്തത്തിലേക്കും വരച്ചിരിക്കുന്ന വ്യാസത്തിന്റെ എൻഡുകളാണ്, അല്ലെങ്കിൽ വ്യാസത്തിന്റെ അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ എൻഡ്സ് ആണ് പി എന്ന് പറയുന്ന ബിന്ദു, ക്യൂ എന്ന് പറയുന്ന ബിന്ദു. അപ്പം അതിന്റെ പൊരുൾ എന്താണ്? അതിന്റെ മീനിങ് എന്താണ്? which means PA is the diameter of C1 and AQ is the diameter of C2. C2 വൃത്തത്തിന്റെ വ്യാസമാണ് ആര്? AQ. ശരിയാണോ? ആണ്. ഇനി
ഒരു പോയിന്റ് ഞാൻ ജസ്റ്റ് നമ്മൾ 7ാം ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യം പറയാം. 7ലും 8ലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചൊരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണേ. ഇവിടെ 3 പോയിന്റ് കണ്ടോ? ബി സി. ഇവിടെ ഒരു ആംഗിളും ഉണ്ട്. ഇവിടെ 3 പോയിന്റ് എ ബി സി. ഇവിടെ ബിയിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്. ഓക്കെ, ഈ 2 ഫിഗർ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ എന്തെങ്കിലും ചെറിയ വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ഉദാഹരണത്തിൽ നിന്ന്? ഇവിടെ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇവിടെ ഈ 2 ഫിഗർ, മുകളിൽ വരച്ച 2 ഫിഗറുകൾ തമ്മിൽ നോക്കുക. എന്താണ് എ ബി സി എന്ന് പറയുന്ന ഒന്നാമത്തെ ചിത്രത്തിൽ എ ബി എന്ന് പറയുന്നത് അല്ലെ, എ ബി എന്ന് പറയുന്ന ഒന്നാമത്തെ ചിത്രത്തില് എ ബി തിരിച്ചിരിച്ചരിഞ്ഞ് ആ ബിയിൽ നിന്നും ലൈനാണ് ആര്? ബി സി. എന്നാൽ ഇവിടെ നോക്കിക്കേ, നമ്മൾ വരച്ച 2ാമത്തെ ചിത്രത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ എയിൽ നിന്നും നേരെ ബിയിൽ വന്നു, ബിയിൽ നിന്നും വീണ്ടും നേരെ തന്നെ സിയിലേക്ക് പോയി. അതായത് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ എ ബി സി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. എ ബി സി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, അല്ലെങ്കിൽ എന്താണ്, ഒരു നേർരേഖയാണ് അല്ലേ? ഇവിടെ 2 കോണുകളുണ്ട്. ഇവിടെ എന്തുണ്ട്? 2 കോണുകളുണ്ട്. ഞാൻ അതിനെ ഒരെണ്ണം എക്സ് എന്നും ഇതിനെ വൈ എന്നും. അതേ എക്സും വൈയും ഞാൻ ഇവിടെയും വിളിക്കുകയാണ്, എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും. 2ാമത്തെ ചിത്രത്തിൽ എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. കാരണം അറിയാമോ? ലീനിയർ പെയർ അല്ലേ? എന്താണ്? 2 കോണുകൾ തമ്മിൽ കൂട്ടിയാൽ എന്താണ്? 180 ഡിഗ്രിയാണ്. അവ സ്ട്രെയിറ്റ് ലൈൻ ആണ് അല്ലേ? അപ്പം ലൈൻ ആംഗിൾ ആണെന്ത്? 180, അല്ലെങ്കിൽ നേർരേഖ കോൺ അല്ലെ, നേർകോൺ. അപ്പൊ അടുത്തത് ഇവിടെ നോക്കി, എക്സും വൈയും കൂട്ടിയാൽ 180 കിട്ടുമോ? ഇവിടെ എക്സും വൈയും തമ്മിൽ കൂട്ടിയാൽ കിട്ടില്ല. കാരണം എന്താണ്? എ ബി ഈസ് ആൻ ഇൻക്ലൈൻഡ് ലൈൻ ടുവേർഡ്സ് ബി സി അല്ലെ. ബി സിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് ഇച്ചിരി ചെരിഞ്ഞതാണ്. അപ്പൊ അവിടെ 180 കിട്ടില്ല. അപ്പൊ ഞാൻ ഇത് നമ്മൾ ഓക്കെയാണോ? ലീനിയർ പെയർ ആണല്ലോ. ലീനിയർ പെയറിലെ ഒരു പോയിന്റിൽ, ഒരു ലൈനിലെ ഒരു പോയിന്റിലൂടെ ഒരു ലൈൻ വരച്ചാൽ അവിടെ ഉണ്ടാകുന്ന 2 ആംഗിൾ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അങ്ങനെയുള്ള ലൈനുകളെ സ്ട്രെയിറ്റ് ലൈൻ എന്ന് വിളിക്കാമല്ലോ. വിളിക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പി ബി ക്യു എന്ന് പറയുന്നത് ലൈൻ. ഞാനിപ്പോ പി ബി ക്യു ലൈൻ വരച്ചേക്കാണ്. ഈ ലൈൻ എന്താണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. എന്തെന്ന് പ്രൂവ് ചെയ്യണം? സ്ട്രെയിറ്റ് ലൈൻ ആണ് എന്ന് തെളിയിക്കണം. അപ്പൊ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമ്മൾ എങ്ങനെ തെളിയിക്കും? അതിനായി അടുത്ത സ്റ്റെപ്പിൽ എഴുതണം, ജോയിൻ എ ബി. എ ബി എന്ന നേർരേഖ വരയ്ക്കുക. എ ബി എന്ന നേർരേഖ വരയ്ക്കുക. വരച്ചോ? കണ്ടത് ഇങ്ങനെ വരും. വരച്ചു കഴിയുമ്പോൾ ഇതൊരു സാങ്കല്പിക വരയാണ്, നമ്മുടെ ചിത്രത്തിൽ ഇല്ലാത്തതാണ്, അതായത് ചോദ്യത്തിൽ ഇല്ലാത്ത വരകളായതുകൊണ്ടാണ് ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇട്ട് വരയ്ക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് 2 ആംഗിളുകൾ കിട്ടിയിട്ടുണ്ടോ? ഏതൊക്കെയാണ് ആംഗിളുകൾ? ഏതൊക്കെയാണ് ആ കോണുകൾ നമുക്ക് കിട്ടിയത്? കോൺ പി ബി എയും ക്യു ബി എയും അല്ലേ? ഏതൊക്കെയാണ്? പി ബി എയും പിന്നെ കോൺ ക്യു ബി എ. ഇനി നമ്മൾ ഒറ്റ കാര്യം തെളിയിച്ചു കൊടുത്താൽ മതി, വേറൊന്നുമല്ല. ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോ, ഇവിടെ ഇത് രണ്ടും പ്ലസ് ചെയ്യുമ്പോ എത്രയെന്ന് കിട്ടണം? 180 ഡിഗ്രി എന്ന് കിട്ടണം. പക്ഷെ ഈ 2 ആംഗിളുകൾ നമുക്കറിയാം എത്ര വീതമുണ്ടെന്ന്. ഈ 2 കോണുകളും എത്ര വീതമുണ്ടെന്ന് കൃത്യം നമുക്കറിയാൻ പറ്റും. നമുക്ക് നോക്കാം. ഇങ്ങോട്ട് ശ്രദ്ധിച്ച് നോക്കിക്കേ. വൃത്തം C1 ഏതെടുക്കണം? വൃത്തം C1. C1 എന്ന് പറയുന്ന വൃത്തം നമ്മൾ എടുത്തു. ആ വൃത്തത്തിൽ ഒരു വലിയ പോയിന്റ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായിരുന്നു?
പി എ എന്ന് പറയുന്നത് എന്താണ്? വ്യാസം. പി എ വ്യാസമാണ്. ആണല്ലോ? ആണോ? വ്യാസത്തിന്റെ രണ്ട് എൻഡുകളെ വൃത്തത്തിലെ ഒരു ബിന്ദുവാണ് ബി. ശരിയാണോ? ഈ ബി എന്ന് പറയുന്നത് വൃത്തത്തിലെ ബിന്ദുവാണോ? ആണ്. രണ്ട് വൃത്തത്തിനും പൊതുവായിട്ടുള്ള രണ്ട് ബിന്ദുക്കളാണ് ആര്? എയും ബിയും. അപ്പം അതിൽ ബി എന്ന് പറയുന്ന C1 എന്ന് പറയുന്ന വൃത്തത്തിലുള്ളതായതുകൊണ്ടും ആ ബിന്ദുവിലേക്ക് പി എ എന്ന് പറയുന്ന വ്യാസത്തിന്റെ അഗ്രങ്ങളെ ചേർത്തതായതുകൊണ്ടും ആംഗിൾ പി ബി എ സമം 90 ഡിഗ്രി. ആംഗിൾ പി ബി എ ഇസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഒരെണ്ണം കിട്ടി. കിട്ടിയോ? കിട്ടി. ഇനി അടുത്ത വൃത്തത്തെ നോക്കുക. ലുക്ക് അറ്റ് ദ സർക്കിൾ 2. കണ്ടോ? വൃത്തത്തെ കണ്ടോ? ആ വൃത്തത്തിൽ വ്യാസമാണ് എ ക്യു. ആണോ? എ ക്യു ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ C2 ആണെങ്കിൽ ആ C2വിന്റെ എൻഡുകളെ ജോയിൻ ചെയ്തെടുത്തേക്കുന്ന ആംഗിൾ അല്ലേ ഏതാണ്ട് ഈ കാണുന്ന ആംഗിൾ ക്യു ബി എ അല്ലെങ്കിൽ എ ബി ക്യു. ആണോ? അപ്പൊ അങ്ങനെ കൊണ്ട് ആംഗിൾ ക്യു ബി എ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ശരിയാണോ? ആണ്. അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇത് സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്ന് പ്രൂവ് ചെയ്യുക. സ്ട്രെയിറ്റ് ലൈൻ ആകണമെങ്കിൽ, നേർരേഖയാകണമെങ്കിൽ ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പം ഇതിന്റെ LHS നമുക്ക് വില ഇട്ട് കൊടുക്കാം അല്ലേ? അപ്പൊ നമ്മൾ കൂട്ടി നോക്കാൻ പോവാണ്. ആംഗിൾ പി ബി എ പ്ലസ് ആംഗിൾ ക്യു ബി എ എത്ര? ഓരോന്നും ഇട്ട് കൊടുത്തേ. 90 ഡിഗ്രി പ്ലസ് 90 ഡിഗ്രി എത്രയായാലും കിട്ടും? ഇറ്റ്സ് ഈക്വൽ ടു 180 ഡിഗ്രി. എത്ര കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടി. കിട്ടിയോ? കിട്ടി. അപ്പൊ ഇതെന്താണ്? സിൻസ് ദ സം ഓഫ് ആംഗിൾസ് ഫോംഡ് അറ്റ് പോയിന്റ് ബി അല്ലേ? പോയിന്റ് ബി എന്ന് പറയുന്ന അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ നമുക്ക് സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് കിട്ടിയ രണ്ട് കോണുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എത്ര കിട്ടി? 180 ഡിഗ്രി കിട്ടിയത് കൊണ്ട് എന്താണ്? പി ബി ക്യു സെയിം ലൈൻ. പിയും ബിയും ക്യൂവും ഒരു നേർരേഖയിലെ മൂന്ന് ബിന്ദുക്കളാണ്. ഒരു നേർരേഖയിലെ മൂന്ന് ബിന്ദുക്കളാണ്. ഓക്കെ ആണോ? ഓക്കെയാണ്. അപ്പം ഇത്രയുമേ ഉള്ളൂ. എന്താണ്? ലൈൻസ് ഓൺ ലൈൻ. ലൈൻസ് ഓൺ എ ലൈൻ അല്ലേ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈസ് ഓൺ എ ഒരു വരിയിലാണോ ഈ മൂന്ന് ബിന്ദുവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ആണ്. ഇനി ഇതിലൊരു രണ്ടാമത്തെ ചോദ്യവും കൂടെ ഉണ്ട്. എന്താണ് രണ്ടാമത്തെ ചോദ്യം? രണ്ടാമത്തെ തെളിവ് എന്താണ് നമ്മൾ സൃഷ്ടിക്കേണ്ടത്? രണ്ടാമത്തെ തെളിവ് എന്താ? ഈ വൃത്തങ്ങളുടെ കേന്ദ്രങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര അല്ലേ? ഈ വൃത്തങ്ങളുടെ കേന്ദ്രങ്ങൾ തമ്മിൽ യോജിപ്പിക്കുന്ന വര അല്ലെങ്കിൽ രേഖ പി ക്യു എന്ന് പറയുന്ന രേഖയ്ക്ക് സമാന്തരമാണെന്ന് തെളിയിക്കുക. പ്രൂവ് ദാറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടേ? ഈ തന്നിരിക്കുന്ന വര അല്ലെ അല്ലെങ്കിൽ രേഖകൾ എന്തിന് തുല്യമാണെന്ന് തെളിയിക്കണം? പാരലൽ ലൈൻസ് ആണെന്ന് തെളിയിക്കണം. അതുകൊണ്ട് വ്യാസത്തിന്റെ ഒത്ത നടുക്കിൽ നിന്നായിരിക്കും കേന്ദ്രം അല്ലെ? വ്യാസത്തിന്റെ ഒത്ത നടുക്കായ കേന്ദ്രം. അപ്പൊ ഈ കേന്ദ്രങ്ങളെ ഞാൻ ദാണ്ടിയോട് യോജിപ്പിച്ചു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കേന്ദ്രങ്ങളെ യോജിപ്പിക്കുന്ന വര, ആ വരയെ ഞാൻ MN എന്ന് പേരിട്ടു. എന്തിട്ടു? MN എന്ന് പേരിട്ടോ? MN എന്ന് പേരിട്ടടുത്ത് എന്ത് പ്രൂവ് ചെയ്യണം? എന്ത് തെളിയിക്കണം? നമ്മൾ എന്താ തെളിയിക്കണ്ടേ? MN പാരലൽ ടു PQ. MN-ഉം PQ-വും എന്താണെന്ന് തെളിയിക്കണം? പാരലൽ ആണ് അല്ലെങ്കിൽ സമാന്തരമാണെന്ന് തെളിയിക്കണം. എങ്ങനെ തെളിയിക്കും? എങ്ങനെ തെളിയിക്കും?
എങ്ങനെയാ തെളിയിക്കോ? എങ്ങനെ തെളിയിക്കാം? എന്താ നമ്മൾ പഠിച്ച തിയറി വൈസ് നോക്കുക. നമ്മൾ പഠിച്ചതുമായിട്ട് ഇതിനകത്ത് എന്തെങ്കിലും യോജിപ്പിക്കാൻ പറ്റും. ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളും ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. ഇതിന് എന്ത് ചെയ്താൽ നമുക്ക് ഇനി അടുത്ത ഭാഗം തെളിയിക്കാൻ പറ്റും? എന്ത് തെളിയിക്കണം? നമ്മൾ എന്താ ഇവിടെ തെളിയിക്കണ്ടേ? പറ. ആർക്കും ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ ഈ പാഠഭാഗത്ത് മിസ് ചെയ്ത അല്ലെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞു തരാത്ത ഒരു ഭാഗമുണ്ട് നിങ്ങൾക്ക്. ആ ഭാഗവുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് വേണം നിങ്ങൾ ഈ ചോദ്യം കണ്ടെത്താൻ, ഈ ചോദ്യത്തിന്റെ ഉത്തരം എഴുതുക. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് മുൻപ് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളോട് ഓർത്തിരിക്കണമെന്ന് ഞാൻ പറഞ്ഞ കാര്യം. അതിനൊന്ന് റേഡിയായി അല്ലെങ്കിൽ ആരം. എന്താണ് ആരം? എന്താണ് ആരത്തിന്റെ പ്രത്യേകത? എന്താ ഒരു വൃത്തത്തിന്റെ ആരത്തിന്റെ പ്രത്യേകത എന്തായിരിക്കും? സർക്കിൾ വിൽ ബി ഈക്വൽ അറ്റ് എവ്രി പോയിന്റ്. ഇല്ലേ? ഏതൊരു പോയിന്റിലെ ഏതൊരു റേഡിയസ് വരച്ചാലും അല്ലെ ആരം വരച്ചാലും അവ എന്തായിരിക്കും? തുല്യമായിരിക്കും. ആണോ? ശരിയാണോ? അതെ. അപ്പം ഇതിന്റെ ബാക്കി നമുക്ക് ചെയ്യാം. ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മിസ് ചെയ്ത് അല്ലെങ്കിൽ പാഠത്തിന്റെ ഭാഗത്തും തുടക്കം പറയാൻ ഞാൻ അറിയാതെ വിട്ടുപോയ ഒരു ഭാഗമാണ്. ഇപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത്, സോറി. ആ ഭാഗം നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, ആദ്യമേ പഠിച്ച പോയിന്റ് തന്നെ ഓർക്കുക. എന്താണ്? സർക്കിളിന്റെ ഡയമീറ്റർ ജോയിൻ ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി. ഇല്ലേ? ഈ വൃത്തം നിങ്ങൾ മായ്ച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ബാക്കി നോട്ടിൽ എഴുതാനുള്ളതാണ്. ഒരു ഇച്ചിരി സ്പേസ് വിടണം. ഒരു അര പേജ് സ്പേസ് വിട്ടിട്ട് ഞാൻ ഈ പറയുന്ന പോയിന്റ് എഴുതാവുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഒരു കൊച്ച് എന്ത് വരയ്ക്കാൻ പോവാണ്? ഒരു വൃത്തവും നമ്മൾ പഠിച്ച കോണും വരയ്ക്കാൻ പോവാണ്. ഇത് വൃത്തത്തിന്റെ ഒരു വ്യാസമാണ്. എന്താണ്? ഒരു വൃത്തത്തിന്റെ വ്യാസം. അപ്പം ഇവിടെ കിട്ടിയിരിക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ഇവിടെ കിട്ടിയിരിക്കുന്ന ആംഗിൾ AB is the diameter and it's joined to a point C. അല്ലേ? വൃത്തത്തിലെ ഒരു ബിന്ദുവായ സിയിലേക്ക് ആരെ ജോയിൻ ചെയ്യിച്ചിട്ടുണ്ട്? എന്ത് ജോയിൻ ചെയ്യിച്ചിട്ടുണ്ട്? ഞാനൊരു ആംഗിൾ ജോയിൻ ചെയ്യിച്ചു കിട്ടി. അവിടെ കിട്ടിയ ആംഗിൾ 90 ഡിഗ്രിയാണ്. അവിടെ കിട്ടിയ ആംഗിൾ 90 ഡിഗ്രിയാണ്, അതായത് 90 ഡിഗ്രി. ഇവിടെ അടുത്തൊരു പരിപാടി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരു കൊച്ചു വർക്ക് ഞാൻ ചെയ്യാൻ പോവാണ്. ജോയിൻ ദ ലൈൻ OC. O എന്ന് പറയുന്നത് വൃത്ത കേന്ദ്രമാണ്. O എന്ന് പറയുന്നത് എന്താണ്? വൃത്ത കേന്ദ്രമാണ്. ഓക്കെ ആണോ? വൃത്ത കേന്ദ്രം. OC എന്തായി മാറും? OC എന്തായി മാറും? OC എന്തായി മാറും മക്കളെ? OC എന്തായി മാറും? OC എന്ന് പറയുന്നത് എന്തായി മാറി? ഒരു പുതിയ റേഡിയസ് ആയി, ആരമായി. ആണോ? OC ആണ്, റേഡിയസ് ആണ്. OC is a radius. ഇല്ലേ? OC എന്ന് പറയുന്നത് എന്താണ്? is a radius അല്ലെങ്കിൽ ആരം. ഇനി ശ്രദ്ധിച്ചു നോക്കിയാൽ ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്, ചെറിയ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഏതൊക്കെയാണ്? ട്രയാങ്കിൾ AOC, ട്രയാങ്കിൾ AOC ആൻഡ് ട്രയാങ്കിൾ COB, ട്രയാങ്കിൾ COB. ഞാനൊരു പോയിന്റ് പറയാം. നമ്മള് ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്ന ഒരാളെ പറ്റി പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? നമ്മൾ എനിക്ക് 8ാം ക്ലാസ്സിലാണ് ഇത് പഠിച്ചിരിക്കുന്നത്. സമപാർശ്വ ത്രികോണങ്ങൾ നമ്മൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു പോയിന്റാണ്. അറിയാമോ? ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും രണ്ടു വശങ്ങൾ തുല്യമായാൽ, ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും രണ്ടു വശങ്ങൾ തുല്യമായാൽ
ആ വശങ്ങളുടെ എൻഡിലുള്ള കോണുകൾ, ആ വശങ്ങളുടെ എൻഡിലുള്ള അല്ലെങ്കിൽ അറ്റത്തുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഉള്ള ത്രികോണങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സമപാർശ്വ ത്രികോണം, ഐസോസിലസ് ട്രയാങ്കിൾസ് എന്ന് വിളിക്കുന്നത്. ആണോ? ഇവിടെ ഞാൻ പറയുന്നു, ഇവിടെ നമുക്ക് കിട്ടിയ രണ്ട് ട്രയാങ്കിളും ഐസോസിലസ് ട്രയാങ്കിളാണ്. എന്താണ്? ഐസോസിലസ് ട്രയാങ്കിളാ. ആണോ? അതെങ്ങനെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു, ഈ കിട്ടിയിരിക്കുന്ന വെർട്ടെക്സ് സി അല്ലെങ്കിൽ ആംഗിൾ സി എന്ന് പറയുന്നത്, ആംഗിൾ സി എന്ന് പറഞ്ഞാൽ എ സി ബി, ഇത്രയും വലിയ ആംഗിളിനെ നമ്മൾ ഒ സി വരച്ചപ്പോ രണ്ട് ചെറിയ ആംഗിളുകളായി മാറി. അതിലൊരെണ്ണത്തിനെ ഞാൻ എക്സ് ഡിഗ്രി എന്നും ഒന്നിനെ വൈ ഡിഗ്രി എന്നും വിളിച്ചു. എക്സ് ഡിഗ്രി എന്നും വൈ ഡിഗ്രി എന്നും വിളിച്ചു. വിളിച്ചോ? വിളിച്ചു. വൈ ഡിഗ്രി എന്നും വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ സി എ ബി എത്രയായിരിക്കും? ഹൗ മച്ച് വിൽ ബി ആംഗിൾ സി എ ബി? എത്രയായിരിക്കും ആംഗിൾ സി എ ബി? പറയാമോ? എത്രയായിരിക്കും സി എ ബി? പറ്റുമോ? എത്രയായിരിക്കും? തുല്യമായിരിക്കും. എക്സ് ഡിഗ്രി തന്നെ ആയിരിക്കും. കാരണം ഒ എയും ഒ സിയും ഈ തുല്യമാണ്. അത് നോക്കി, ഇവർ രണ്ടുപേരും എന്താണ്? തുല്യമാണ്. ത്രികോണം എ ഒ സിയിൽ ഒ എയും ഒ സിയും തുല്യമായതുകൊണ്ട് ത്രികോണം എന്തായി മാറി? സമപാർശ്വ ത്രികോണമായി മാറി. അപ്പം ഒ എയുടെയും ഒ സിയുടെയും എൻഡുകളിലുള്ള എന്താണ്? കോണുകൾ എന്തായി മാറും? തുല്യമായി മാറും. The angle at their ends will be equal. ഈക്വൽ ആണ്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയ എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി സി എത്രയായിരിക്കും? ആംഗിൾ എ ബി സി എത്രയായിരിക്കും? എത്രയായിരിക്കും മക്കളെ? ഒരു പിടിപാട് ആർക്ക് തുല്യമായിരിക്കും? ത്രികോണം സി ഒ ബി ബി സി ഒയ്ക്ക് തുല്യമായിരിക്കും. ത്രികോണം സി ഒ ബിയിലെ കോൺ ബി സി ഒയ്ക്ക് തുല്യമായിരിക്കും. കേട്ടോ? അതെ, അതിന് കാരണം എന്താണ്? ഒ സി ഈസ് ഈക്വൽ ടു ഒ ബി. ഇതിന്റെ രണ്ടിന്റെ റീസൺ എന്താണ്? റേഡിയൈ, ആരങ്ങൾ. ആണോ? കാരണം എന്താണ്? റേഡിയൈ, ആരങ്ങളാണ്. ആരങ്ങൾ എപ്പോഴും ഒരു ഒരു വൃത്തത്തിലെ തുല്യമായിരിക്കില്ലേ? അതെ, അതാണ് ഇവിടെയും നമ്മുടെ മെയിൻ പോയിന്റ്. അതായത് നമ്മൾ മെയിൻ ആയിട്ട് പറയുന്ന ആരങ്ങൾ. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്? ഒരു മട്ട ത്രികോണത്തിന്റെ മട്ടകോണിനെ എക്സ് വൈ പ്രപ്പോർഷണൽ, അല്ലെങ്കിൽ ഒരെണ്ണം എക്സും ഒരെണ്ണം വൈയും ആകുന്ന വിധത്തിൽ നമ്മൾ വൃത്തകേന്ദ്രത്തിലേക്ക് യോജിപ്പിച്ചാൽ, അല്ലേ, അവിടെ കിട്ടിയിരിക്കുന്ന എക്സ് കോണും വൈ കോണും ആയിരിക്കും എന്ത്? ഇപ്പോൾ കിട്ടിയിരിക്കുക, അല്ലെങ്കിൽ ആദ്യമേ നമുക്ക് കിട്ടിയ വലിയ ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഡൗട്ട് ഇല്ല. ഓക്കെ ആണ്. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ച പോയിന്റ്. ഇനി ഈ പോയിന്റ് വെച്ചിട്ട് ഒരു കാര്യവും കൂടെ. ഇപ്പോ ഇവിടെ നമ്മൾ വരച്ചിരിക്കുന്ന ഈ ത്രികോണത്തിന്റെ എ സി എന്ന് പറയുന്ന ഒരു സൈഡ് കണ്ടോ? സൈഡ് എ സിക്ക് പാരലായിട്ട്, പാരലൽ എന്ന് പറഞ്ഞാൽ സമാന്തരമായി ഒരു ലൈൻ നമ്മൾ വരച്ചാൽ, എ സിക്ക് സമാന്തരമായി വൃത്തത്തിന്റെ സെന്ററിലൂടെ ഒരു ലൈൻ വരച്ചാൽ അതെന്തായിരിക്കും? ഒരു പുതിയ ഡയമീറ്റർ ആയിരിക്കും. അതുമാത്രമല്ല, ആ ഡയമീറ്റർ എന്താണ്? ആ ഡയമീറ്റർ കടന്നു പോകുന്ന പോയിന്റ് ഇത് ഇവിടെ നോക്കിക്കേ. കടന്നു പോകുന്ന നമ്മൾ ആദ്യമേ വരച്ച വ്യാസം കണ്ടോ? എ ബി. ആ വ്യാസത്തിന്റെ ഇവിടെ ഈ പുതിയ വ്യാസം ഉണ്ടാക്കുന്ന കോണ് ഇത് കണ്ടോ? എക്സ് ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? എക്സ് ഡിഗ്രി. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇത് നമ്മൾ പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 7ാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ്. സമാന്തര രേഖകൾ, അല്ലെ? അപ്പൊ അതിൽ പറയുന്നൊരു കാര്യമാണ്, ഈ രണ്ട് കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏതിനകത്തിൽ യൂസ് ചെയ്യേണ്ടത്? നമ്മുടെ
പഴയ ചോദ്യത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്കുള്ള കൊച്ചു ടാസ്ക്, ഒരു കൊച്ചു ജോലി എന്താണ്? എന്താ നിങ്ങൾക്കുള്ള കൊച്ചു ജോലി? എന്തായിരിക്കും? ഇതിന്റെ നമ്മൾ ഇപ്പൊ പഠിച്ച ഈ തിയറിയും കൂടെ ഉൾപ്പെടുത്തി എന്ത് കണ്ടെത്തുക? മുമ്പ് നമ്മൾ ചെയ്ത ചോദ്യത്തിന്റെ ബാലൻസ് നിങ്ങൾ ചെയ്യുക. അപ്പൊ അടുത്ത ദിവസം ഇതിന്റെ ഉത്തരവുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തും. ഓക്കെ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്തെത്തും? ഇതിനൊരു ഉത്തരവുമായി നിങ്ങളുടെ മുമ്പിൽ എത്തും. ഓക്കെ ആണോ? ഓക്കെ. അപ്പം ഇനി ഒരു ചോദ്യം, നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാം. ചോദ്യം വേറൊന്നുമല്ല, ഇത് നമുക്ക് തന്നെ ഇപ്പൊ വീണ്ടും പ്രൂവ് ചെയ്യാൻ ഒരു കുഞ്ഞു ചോദ്യം. ഈ പാഠത്തിൽ മൊത്തം നിങ്ങൾക്ക് തെളിവുകൾ സൃഷ്ടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ക്രിയേറ്റ് എവിഡൻസസ്, തെളിവുകൾ കണ്ടെത്തി തെളിയിക്കുക. അതാണ് ഈ പാഠത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് അങ്ങനെ തെളിവുകൾ കണ്ടെത്തി തെളിയിക്കാനുള്ള ഒരു ചോദ്യവും കൂടെ ഞാൻ വീണ്ടും വരികയാണ്. ഒരു വൃത്തത്തിന്റെ വ്യാസം, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ പഠിച്ച ഈ ചോദ്യമില്ലേ? ഓക്കെ, നമ്മൾ ഇപ്പൊ പഠിച്ചത് ഓർമ്മയുണ്ടോ? ഈ പോയിന്റ്, ഈ പോയിന്റിന്റെ പ്രൂഫ് എഴുതണം. ഇപ്പൊ പഠിച്ച പോയിന്റ് എന്താണ്? ഒരു വൃത്തത്തിന്റെ വ്യാസം. മോനെ ശ്രദ്ധിച്ചോ, ഇവിടെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണ് മോനെ, സോറി. അപ്പം പേടിക്കേണ്ട, ക്ലാസ് റെക്കോർഡർ ആണേ. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ മോനെ? ക്ലിയർ ആണോ മക്കളെ? നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു പ്രൂഫ് എന്താണെന്ന് വെച്ചാല്, ഒരു വൃത്തത്തിന്റെ എന്താണ് വ്യാസം വൃത്തത്തിലേക്ക് യോജിപ്പിച്ചെടുത്ത ത്രികോണം, അതിന്റെ ഈ വശത്തിൽ നിന്ന്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ യോജിപ്പിച്ചെടുത്ത കോണിൽ നിന്ന് സെന്ററിലേക്ക് ഒരു ലൈൻ ജോയിൻ ചെയ്താൽ, അതിന്റെ യോജിപ്പിച്ചെടുത്തേക്കുന്ന ഈ കോണിൽ നിന്ന് സെന്ററിലേക്ക് ഒരു ലൈൻ യോജിപ്പിച്ചെടുത്താൽ ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ത്രികോണങ്ങൾ സമപാർശ്വ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കുക. Prove that the triangles obtained by joining the angle made by joining ends of diameter. The angle made by joining ends of diameter will make two isosceles triangles. അതായത് പറഞ്ഞിരിക്കുന്നത് ഇത്രയുമേ ഉള്ളൂ. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ എൻഡുകൾ ബന്ധിപ്പിച്ച് വൃത്തത്തിലുണ്ടാക്കിയ ബിന്ദുവിൽ നിന്ന്, അല്ലെ, വ്യാസത്തിന്റെ എൻഡുകളെ എന്തിലേക്ക് കൊണ്ടുവന്നു? വൃത്തത്തിലെ ഒരു ബിന്ദുവിലേക്ക് കൊണ്ടുവന്നു. ആ ബിന്ദുവിനെ വൃത്തകേന്ദ്രവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്ന രണ്ട് ത്രികോണങ്ങൾ സമപാർശ്വ ത്രികോണങ്ങളാണെന്ന് തെളിയിക്കുക. ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പം ചോദ്യത്തിൽ ഫിഗർ ഇത്രയുമേ നിങ്ങൾക്ക് തരുവുള്ളൂ. ചോദ്യം ഇതുപോലെ എലാബറേറ്റഡ് ആയിരിക്കണമെന്നില്ല, കുറച്ചുകൂടെ ചെറുതായിരിക്കും നിങ്ങളുടെ ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത്. അപ്പം ഈ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫിഗർ വീണ്ടും റഫായിട്ട് വരയ്ക്കുക. ദെൻ നെയിം ദ പോയിന്റ്സ്. എന്താണ്? ഈ തന്നിരിക്കുന്ന ബിന്ദുക്കളെ അല്ലെങ്കിൽ പോയിന്റുകൾക്ക് എന്ത് കൊടുക്കുക? പേരിട്ട് കൊടുക്കുക. ഓക്കെ, ഞാൻ ട്രയാങ്കിളിന് ഞാൻ പേരിട്ട് കൊടുത്തു MNP. സെന്ററിനെ ഞാൻ O എന്നും വിളിച്ചു. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് സർക്കിളിന്റെ സെന്റർ ആണ് O, അല്ലേ? അപ്പൊ ഇനി ഫസ്റ്റ് പോയിന്റ് എഴുതും, അല്ലെ? ഒന്നാമത്തെ പോയിന്റ് കൂടെ എഴുതേണ്ടത്, നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന വെർട്ടെക്സ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ മൊത്തം കൃത്യമായിട്ട് എഴുതുക. നമ്മൾ ആദ്യമേ എഴുതും ലെറ്റ്, അല്ലെങ്കിൽ കരുതുക, അല്ലെങ്കിൽ വിചാരിക്കുക. നമ്മൾ പറയും ലെറ്റ് ആംഗിൾ MNO is equal to X degree and angle PNO is equal to Y degree. എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് ആദ്യം പറഞ്ഞിട്ട് നമ്മൾ സെറ്റ് ചെയ്യുക, ഇങ്ങോട്ട് മൂല്യം നിശ്ചയിക്കുകയാണ്. കോൺ MNO Xും കോൺ PNO Yയും എന്ന് കരുതുക. എന്തെന്ന് കരുതുക?
കോൺ എം എൻ ഒ എക്സും കോൺ പി എൻ ഒ വൈയും എന്ന് കരുതുക. അപ്പൊ അതാണ് ഫിഗറിൽ അത് അതുപോലെ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ മാർക്കും ചെയ്തിരിക്കണം. y ഡിഗ്രി ആൻഡ് എക്സ് ഡിഗ്രി. ഇത്രയും ഭാഗം നമ്മൾ ചെയ്തു വെച്ചാൽ നമ്മുടെ എന്ത് കിട്ടി, ഒരു പകുതി ഭാഗം, പ്രൂഫിന്റെ പകുതി ഭാഗം തെളിവ് നമ്മൾ ചെയ്തു. കാര്യം ഇത് നമ്മൾ സൃഷ്ടിച്ചിടുന്ന പോയിന്റ്, അല്ലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പോയിന്റ്. ഇനി ചോദ്യത്തിൽ നിന്നുള്ള പോയിന്റുകൾ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ ചോദ്യത്തിൽ നിന്നുള്ള നമുക്ക് തന്നിരിക്കുന്ന എവിഡൻസുകൾ. ഓക്കെ, ഫസ്റ്റ് എവിഡൻസ് എം ഒ ഇസ് ഈക്വൽ ടു ഒ എൻ ഇസ് ഈക്വൽ ടു ഒ പി. നമ്മൾ പറയുന്ന ഒരു വസ്തുതയാണ് എം ഒയും ഒ എന്നും ഒ പിയും തുല്യമാണ്. എം ഒയും ഒ എന്നും ഒ പിയും തുല്യമാണ്. എന്തുകൊണ്ടാണ് ഇവർ തുല്യമാണെന്ന് എഴുതിയതെന്നും കാരണം പറയണം. എന്തുകൊണ്ടായിരിക്കും ഞാൻ ഇവർ തുല്യമാണെന്ന് എഴുതിയത്? എന്തായിരിക്കും അതിന് പിന്നിലെ റീസൺ? വാട്ട് വിൽ ബി ദ റീസൺ? പറഞ്ഞേ. പറ. രേഖീയ ജോഡികളായതുകൊണ്ടാണോ അവ തുല്യമാണെന്ന് ഞാൻ പറഞ്ഞു? ശ്രദ്ധിച്ചു നോക്കിക്കേ, എന്താണ് എം ഒ, എന്താണ് എൻ ഒ, എന്താണ് പി ഒ, അല്ലെങ്കിൽ ഒ പി, ഒ എൻ, ഒ എം? എന്താണ്? വൃത്തവുമായി കേന്ദ്രീകരിച്ചുള്ള ഉത്തരങ്ങൾ പറയണം. രേഖീയ ജോഡികളല്ല. രേഖീയ ജോഡികൾ എന്ന് പറഞ്ഞാൽ കോണുകളാണ്, അല്ലെ? രേഖീയ ജോഡികൾ എന്ന് പറഞ്ഞാൽ കോണുകളാണ്. അതായത് എൻ ഒ എം പ്ലസ് എൻ ഒ പി സമം 180. അങ്ങനെയുള്ള കോണുകളെയാണ് രേഖീയ ജോഡികൾ എന്ന് പറയുന്നത്. ഇവിടെ രേഖീയ ജോഡികളല്ല. ശ്രദ്ധിച്ചു നോക്കി, ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന ലൈൻ സെഗ്മെന്റുകളെയാണ്, അല്ലെങ്കിൽ രേഖകളാണ് തുല്യമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്? വളരെ സിമ്പിൾ ആണ്. ഒറ്റ റീസണേ ഉള്ളൂ. ഈ മൂന്നും വൃത്തത്തിന്റെ ആരം റേഡിയൈ അല്ലെങ്കിൽ റേഡിയസുകളാണ്. അല്ലെങ്കിൽ ആരങ്ങളാണ് ഞാൻ ഈ എഴുതിയിരിക്കുന്ന മൂന്നെണ്ണം. അപ്പൊ അതിന്റെ പിന്നിലെ കാരണം എഴുതുന്നു. എന്താണ്? റേഡിയൈ ഓഫ് സർക്കിൾ. റേഡിയൈ ഓഫ് സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിന്റെ ആരങ്ങൾ. ശരിയാണോ? ശരിയാണ്. ഇതാണ് നമ്മുടെ റീസൺ. ഓക്കെ, രേഖീയ ജോഡികളാണെന്ന് എഴുതരുത്. ഓക്കെ, വൃത്തത്തിന്റെ ആരങ്ങൾ ആണല്ലോ. അപ്പം നമുക്കൊരു പോയിന്റ് കണ്ണും പൂട്ടി പറയാം. therefore, അതുകൊണ്ട് എന്താണ്? ത്രികോണം എം എൻ ഒ ഈസ് ഐസോസിലസ്. എന്താണ്? ത്രികോണം എം എൻ ഒ ഒരു സമപാർശ്വ ത്രികോണമാണ്. ഏതാ ത്രികോണം എം എൻ ഒ? ഇത് നോക്കിക്കേ, ഞാൻ തന്നെ ഹൈലൈറ്റ് ചെയ്ത് കട്ടി കൂട്ടി വരയ്ക്കാൻ പോകുന്ന ഈ ത്രികോണമാണ് ആര്? എം എൻ ഒ. ശരിയല്ലേ? ആണ്. അപ്പൊ ഈ ത്രികോണം ഐസോസിലസ് ട്രയാങ്കിൾ ആണെന്ന് പറയാൻ കാരണം ഈ ത്രികോണത്തിന്റെ രണ്ട് വശങ്ങൾ എന്താണ്? തുല്യമാണ്. അപ്പൊ അതിന്റെ റീസൺ തൊട്ട് താഴെ അതിന്റെ കാരണവും കൂടെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതുന്നു. എന്താണ്? ഇതാണ് റീസൺ. എം ഒ ഇസ് ഈക്വൽ ടു ഒ എൻ, അല്ലേ? എം ഒയും ഒ എനും എന്താണ്? ഈക്വൽ ആണ് ഓഫ് ട്രയാങ്കിൾസ്. ട്രയാങ്കിളിന്റെ എന്താണ്? ട്രയാങ്കിളിന്റെ ഈ രണ്ട് വശങ്ങൾ എന്താണ്? തുല്യമാണ്. തുല്യമാണ്. അതുകൊണ്ട് എന്താണ്? ത്രികോണം എം എൻ ഒ അല്ലെങ്കിൽ എം ഒ എൻ എന്ന് പറയുന്ന ത്രികോണം എന്തായി? സമപാർശ്വ ത്രികോണം. അപ്പൊ പകുതി ഓക്കെ ആയി. എത്രയായി? പകുതി ഓക്കെ ആയി. ആയോ? ആണ്. ഇനി അടുത്തത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? അടുത്തത് നമ്മൾ തെളിയിക്കണം എൻ ഒ പി എന്ന് പറയുന്ന ത്രികോണം. ഏതാ? എൻ ഒ പി എന്ന് പറയുന്ന ത്രികോണം എന്താണെന്ന് തെളിയിക്കണം? സമപാർശ്വ ത്രികോണമാണെന്ന് തെളിയിക്കണം. തെളിയിക്കാൻ പറ്റുമോ? എങ്ങനെ തെളിയിക്കാം? NOയും OPയും തുല്യാണ്. ഓക്കെ, വെരി ഗുഡ്. എന്താണ്? NOയും OPയും എന്താണ്? തുല്യമാണ്. കാരണം they are the radius. ഇല്ലേ? ഇതാണ് പോയിന്റ്. അപ്പൊ എന്താണ്? ട്രയാങ്കിൾ NOP ഈസ് എന്താണ്? ഐസോസിലസ്. ട്രയാങ്കിൾ NOP ഈസ്
ഐസോസിലസ്. കാരണം തൊട്ട് മുമ്പിൽ എഴുതിയതിന്റെ പോലെ തന്നെ കാരണം എഴുതണം കേട്ടോ. ത്രികോണം NOPയും എന്താണ്? സമപാർശ്വ ത്രികോണമാണ് അല്ലേ? കാരണം എന്താണ്? ON is equal to OP. ON is equal to OP. അപ്പം രണ്ട് ത്രികോണങ്ങൾ സമപാർശ്വ ത്രികോണങ്ങളാണെന്ന് പറഞ്ഞു. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ അത് എഴുതണം, നിർബന്ധമാണ്. പോയിന്റിൽ എന്തായിരിക്കും മൂന്നാമത് എഴുതേണ്ട പോയിന്റ്? എന്തായിരിക്കും മൂന്നാമത്തെ പോയിന്റ്? കോണുകള്. കോണുകളുടെ പ്രത്യേകത പറയണം അല്ലേ? ഏതാണ് കോണുകൾ? therefore അല്ലെങ്കിൽ അതുകൊണ്ട്. ഇത്രയും കാരണങ്ങൾ, തെളിവുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഒരു പോയിന്റ് കൂടെ പറയുകയാണ്. therefore the angle NMP ഏതാണ്? NMP. ആ NMP ഏതാണ്? ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാണ് ആംഗിൾ NMP അല്ലെങ്കിൽ NMO എന്നും പറയാം കേട്ടോ. നമ്മളിവിടെ വലിയ കോൺ എടുക്കുന്നത് NMP എത്രയായിരിക്കും? X ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? X ഡിഗ്രി. ആൻഡ് NPM ഏതാണ്? NP ആയിരിക്കും Y ഡിഗ്രി. അതിന്റെ കാരണം എന്തെഴുതും? വാട്ട് വിൽ ബി ഇറ്റ്സ് റീസൺ? എന്തായിരിക്കും അതിന്റെ കാരണം? ത്രികോണം. അതിന്റെ കാരണം എഴുതുമ്പോൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതണം. രണ്ട് ത്രികോണങ്ങളാണ് അല്ലേ? അപ്പൊ ഇങ്ങനെ എഴുതണം. ആദ്യമേ എന്തെഴുതണം? NMP is equal to ആംഗിൾ NMP is equal to X ഡിഗ്രി is equal to X ഡിഗ്രി സമം X ഡിഗ്രി ആണ്. അതിന്റെ ബ്രാക്കറ്റിൽ കാരണം എഴുതണം. എന്താണ്? ഈക്വൽ ആംഗിൾ ഓഫ് ആൻ ഐസോസിലസ് ട്രയാംഗിൾ. ഈക്വൽ ആംഗിൾ ഓഫ് ആൻ ഐസോസിലസ് ട്രയാംഗിൾ. ട്രയാംഗിൾ ONM. ത്രികോണം ONM-ന്റെ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണമായ ONM-ന്റെ തുല്യ കോൺ. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്തതിന്റെ റീസൺ എങ്ങനെ എഴുതും? തന്നെ എങ്ങനെ എഴുതുന്നത് പറഞ്ഞേ. അങ്ങനെ അടുത്ത പോയിന്റ് എങ്ങനെ എഴുതും? NPO ത്രികോണങ്ങള്. ആദ്യം എന്താ പോയിന്റ് എഴുതണ്ടേ? കോൺ എഴുതണം അല്ലേ? കോൺ NPM സമം Y ഡിഗ്രി. ബ്രാക്കറ്റിൽ കാരണം എഴുതണം. എന്താണ്? ഈക്വൽ ആംഗിൾ ഓഫ് അനദർ ഐസോസിലസ് ട്രയാംഗിൾ. എന്താണ് ട്രയാംഗിളിന്റെ പേരെന്താണ്? NOP. സമപാർശ്വ ത്രികോണമായ ത്രികോണം NOP-യുടെ തുല്യമായ കോൺ. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പം ഈ ഒരു കാര്യങ്ങളോട് ഉപയോഗിച്ച് നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത കണക്ക് നിങ്ങളൊന്ന് പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇതിന്റെ ഉത്തരവുമായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അടുത്ത ദിവസം എത്തുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ഇത്ര നേരം പഠിച്ചതില്? ഇല്ല സർ. ഇല്ല. ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാൻ മടിക്കണ്ട. അപ്പൊ നിങ്ങൾക്ക് തൊട്ടു മുമ്പ് കണ്ട ചോദ്യത്തിന്റെ ഉത്തരവുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ ഗുഡ് നൈറ്റ്.